എന്നെ കൊണ്ടൊന്നിനും പറ്റൂല. വേറെ ആരുമില്ല അവളെ സഹായിക്കാനെടുക്കാൻ. മകനു വേണ്ടി സഹായാഭ്യർത്ഥനയുമായി ഒരമ്മ. വേണമെന്നാ പറഞ്ഞ, പക്ഷെ അത് ചെയ്യാൻ എനിക്ക് ഒരു നിവൃത്തിയില്ല. ഞാൻ എല്ലാവരുടെ കാലും പിടിച്ച് ഈ കുട്ടികൾ ഇവിടെ വന്നതാണ്. ഞാൻ പോയി വല്ല ജോലി ചെയ്തോട്ടു ഇവർ കൂടെ കൊടുക്കുന്നത്. സഹായിക്കാൻ പറ്റൂല. അവളെ വിഷമാണ് വരി എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. ഞങ്ങളെ കൊണ്ടൊന്നും പറ്റൂല. ഞങ്ങളെ കൊണ്ടൊന്നും സഹായിക്കാൻ പോലും പറ്റൂല. ജന്മന ഒരു വൃക്ക മാത്രമുള്ള 2 കുട്ടികളുടെ അമ്മയാണ് ഈ അവസ്ഥയിൽ നല്ലവരായ പ്രേക്ഷകരുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. മൂത്ത മകനായ 14 വയസ്സുകാരനായ ഈ കുട്ടിയുടെ അവസ്ഥ തികച്ചും ദയനീയം തന്നെയാണ്. അടിയന്തരമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകണമെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതെൻ്റെ അനിയത്തിയാണ്. മൂത്ത മോന് ജന്മന അവനൊരു കിഡ്നി നഷ്ടപ്പെട്ട് അതിൻ്റെ ചികിത്സയിലാണ്. അപ്പോൾ അതിപ്പം വീണ്ടും വളർന്നു വരുംതോറും അവന് വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ ഡോക്ടറെ ഇപ്പോൾ കാണിച്ചപ്പം പറഞ്ഞു ഒരുപാട് ചികിത്സയ്ക്ക് പൈസയാവും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇളയ കുട്ടിക്കും സുഖമില്ല. അവനും വിട്ട് പനി വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാനാക്കി. എന്നെ കൊണ്ടൊന്നിനും പറ്റൂല. വേറെ ആരുമില്ല അവളെ സഹായിക്കാനെടുക്കാൻ. അമൃത ആശുപത്രിയിൽ ചികിത്സയ്ക്കായി സമീപിച്ചപ്പോൾ 6 ലക്ഷം രൂപ ചികിത്സാ ചിലവുകൾക്കും ശസ്ത്രക്രിയയ്ക്കുമായി ചെലവ് വരുമെന്നും അതിൽ 1 ലക്ഷം രൂപ മുൻകൂട്ടി അടയ്ക്കേണ്ടതുണ്ടെന്നുമാണ് പറയുന്നത്. എന്നാൽ ഒരു സ്ഥിര വരുമാനമോ ജോലിയോ ഇല്ലാത്ത ഈ വീട്ടമ്മ ഈ തുക എങ്ങനെ കണ്ടെത്തുമെന്ന ഉത്കണ്ഠയിലാണ്. ഓപ്പറേഷൻ വേണമെന്നാ പറഞ്ഞ, പക്ഷെ അത് ചെയ്യാൻ എനിക്ക് ഒരു നിവൃത്തിയില്ല. ഞാൻ എല്ലാവരുടെ കാലും പിടിച്ച്, പക്ഷെ എനിക്കത് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാ 4 ലക്ഷം രൂപ വേണമെന്നാ. പക്ഷെ എൻ്റെ കയ്യിൽ അതില്ല. ഞാൻ പൊതിച്ചോറൊക്കെ പോയി വഴിയിരുന്ന് വിറ്റാണ് ഞാൻ ഈ കുട്ടികളെ നോക്കുന്നത്. ഇപ്പം അതും പറ്റണില്ല. എൻ്റെ മോൻ ഇപ്പം കിടപ്പായതിനു ശേഷം ഞാൻ അതിനും പോണില്ല. 1 മാസമായിട്ട് ആരെങ്കിലുമൊക്കെ തന്നാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകുന്നത്. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഇത് കാണുന്ന ആരെങ്കിലും എൻ്റെ മോനെ ഒന്ന് സഹായിക്കണം. എനിക്ക് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് വന്ന് നിൽക്കുന്ന. വാടകയ്ക്കായിരുന്നു. എനിക്കിപ്പോൾ അതുപോലും കൊടുക്കാൻ ഒരു ഗതിയില്ല. അഡ്വാൻസ് അടച്ചാൽ മാത്രമേ അവർ ആശുപത്രിയിൽ നിന്ന് ഡേറ്റ് തരുള്ളൂ എന്നാണ് പറഞ്ഞത്. അമൃത ആശുപത്രിയിൽ. പക്ഷെ അഡ്വാൻസ് കൊടുത്താൽ മാത്രമേ അവർ ഡേറ്റ് ഡോക്ടറിൽ 1 ലക്ഷം രൂപ കൊടുക്കണം ചേട്ടാ. പക്ഷെ അത് കൊടുക്കാൻ നിവൃത്തിയില്ല. എന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഞാൻ ഡേറ്റ് വാങ്ങിയിട്ടില്ല. വാടക വീട്ടിൽ കഴിയുന്ന ഇവർക്ക് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ തന്റെ 2 മക്കളെയും കൂട്ടി സഹോദരിയുടെ വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ് സൗമ്യ. ഞങ്ങളെ കൊണ്ടൊന്നും പറ്റൂല. ഞങ്ങളെ കൊണ്ടൊന്നും സഹായിക്കാൻ പോലും പറ്റൂല. നല്ല മിടുക്കനാണ് അവൻ നല്ലതുപോലെ പഠിക്കുകയെല്ലാം ചെയ്യും. അവൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം കൊണ്ട് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൾ വന്ന് ഞങ്ങളെ മുമ്പേ ഇങ്ങനെ നിന്ന് കരയാനേ പറ്റണുള്ളൂ. കണിയാപുരം കഠിനംകുളം സ്വദേശിയായ സൗമ്യ പൊതിച്ചോർ വിൽപ്പന നടത്തിയാണ് തന്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും പറയുന്നു. 2 കുട്ടികൾക്ക് ജന്മനയുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നിനും ഓപ്പറേഷൻ ചെയ്തിരുന്നാലും 20 വയസ്സ് വരെ ആ കുട്ടികളെ നോക്കണം. രണ്ടാമത്തേന് മൂത്ത കുട്ടിക്ക് ഇപ്പോൾ 12 വയസ്സായി. അവന് 2 വൃക്കയിലും 1 വൃക്ക നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് അമൃതയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് എന്നാലേ ടോക്കൺ കൊടുക്കുള്ളൂ. അതിനുവേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. ഞാൻ കൂലി വിലയ്ക്ക് വേണം. എന്നെ കൊണ്ടൊന്നും ഇവർക്ക് ആർക്കും ഒരു സഹായം ചെയ്യാൻ കഴിയില്ല. കിടക്കാളം പോലുമില്ല സൗമ്യക്ക്. സൗമ്യയുടെ ഭർത്താവാണെങ്കിൽ കളഞ്ഞിട്ട് പോയി. ഈ കുട്ടികൾ ഇവിടെ വന്നതാണ്. ഞാൻ പോയി വല്ല ജോലി ചെയ്തോട്ടു ഇവർ കൂടെ കൊടുക്കുന്നത്. ഈ വാർത്ത കാണുന്ന പ്രേക്ഷകർ കൈവിടില്ല എന്ന പ്രതീക്ഷയിലാണ് ഈ അമ്മ. എൻ്റെ അനിയത്തിയുടെ മക്കൾ 2 മക്കൾ. അതിൽ മൂത്ത മോന് 14 വയസ്സായി, ഇളവന് 4 വയസ്സായി. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റൂല. അവളെ വിഷമാണ് വരി എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. ആരെങ്കിലും വല്ല സഹായിക്കണേ. ഒരു പുണ്യമായി പോകും.
പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ ഒരു സഹോദരിയെ നമ്മുടെ സഹോദരിയായി കണ്ടുകൊണ്ട് നിങ്ങളൊന്ന് സഹായിക്കണം. സ്വന്തമായി വാടക പോലും കൊടുക്കുവാൻ കഴിയാതെ സൗമ്യയും ഈ മക്കളും താമസിച്ച വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു. സൗമ്യയ്ക്കൊരു ഭർത്താവുണ്ടായിരുന്നു. അദ്ദേഹം ഈ സൗമ്യയെ ഉപേക്ഷിച്ചു പോയി. അടിയന്തര സാഹചര്യം എന്തെന്നാൽ ഈ മക്കളെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഇവർക്ക് ഈ 2 മക്കൾക്കും ജന്മന ഒരു വൃക്കയേ ഉള്ളൂ ശരീരത്തിൽ. അതാണ് സാഹചര്യം. ഈ വാർത്ത പുറത്തു വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഒന്ന് സഹായിക്കണം. മറ്റു മാർഗങ്ങളല്ല, അത് അടിയന്തരമായി തന്നെ സഹായിക്കണം. അതുകൊണ്ടാണ് വിസ്മയ എന്ന മാധ്യമം ഇത്ര പ്രാധാന്യത്തോടുകൂടി ഈ വാർത്ത നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. ക്യാമറമാൻ അനീഷ് മംഗലപുരത്തിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്മയ ന്യൂസ്.